ഭാഷാപോഷിണി മാസികയുടെ ഡിസംബർ ലക്കത്തിൻ്റെ കവർ ചിത്രമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന വിവാദ വിഷയം. 2 ആഴ്ച കഴിഞ്ഞിട്ടും വിവാദം കെട്ടടങ്ങാതെ പടർന്നു പിടിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രശ്നത്തോടും സമാനമായ പ്രതിസന്ധികളോടുമുള്ള ക്രിസ്തീയ പ്രതികരണം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ടൊന്ന് നോക്കാം, ഈ ചിത്രം കണ്ടാൽ ഏതൊരു ക്രിസ്ത്യാനിക്കും ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകാവുന്ന ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കുമെന്ന്. ചിത്രം പെട്ടെന്ന് അനുസ്മരിപ്പിക്കുന്നത് ഡാവിഞ്ചി വരച്ച ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തെയാണ്. 12 അപ്പസ്തോലന്മാരുടെ സ്ഥാനത്ത് 12 കന്യാസ്ത്രീകളെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നടുവിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മാറിടം അനാവൃതമാക്കിയ ഒരു സ്ത്രീയെയും, ചുറ്റും കന്യാസ്ത്രീകളായതിനാൽ നടുക്കിരിക്കുന്നതും ഒരു കന്യാസ്ത്രീയാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തെ അനുകരിച്ച് വരച്ചിരിക്കുന്ന ചിത്രമായതിനാൽ ക്രിസ്തുവിനെ ദൈവപുത്രനായി ആരാധിക്കുന്നവർക്കൊക്കെ ഈ ചിത്രം നൊമ്പരവും രോഷവും സങ്കടവും ഉണ്ടാക്കുക വളരെ മാനുഷികമാണ്. ആ രോഷവും പ്രതിഷേധവും ചിത്രകാരന് നേരെയും അത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിന് നേരെയും തിരിയുകയും സ്വാഭാവികമാണ്. പക്ഷേ ഈ കണ്ടത് ഒരു പ്രാഥമിക പ്രതികരണമാണ്. ഇത്തരമൊരു കവർ ചിത്രം കണ്ടാൽ ഏതൊരു നല്ല വായനക്കാരനും അവിടം കൊണ്ട് നിർത്തില്ല. മാസികയുടെ ഉള്ളടക്കത്തിലേക്കും ചിത്രത്തിന് ആസ്പദമായ നാടകത്തിലേക്കും പോകും. അപ്പോൾ അവിടെ നാടകത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഈ ചിത്രത്തെ വീണ്ടും അയാൾ കണ്ടുമുട്ടും. സ്വാഭാവികമായി നാടകത്തിൻ്റെ തിരക്കഥ വായിക്കാൻ അയാൾ ആരംഭിക്കും. ആമുഖത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ചെറുവിവരണം നാടകത്തിൻ്റെ ഇതിവൃത്തത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ വെളിവാക്കുന്നു. 1-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിക്ക് വേണ്ടി ചാരവൃത്തി ചെയ്തു എന്ന കുറ്റത്തിന് ഫ്രഞ്ച് പട്ടാളക്കോടതി വെടിവെച്ചു കൊന്ന നർത്തകിയാണ് മാതാ ഹാരി. വധിക്കപ്പെടുന്നതിൻ്റെ തലേ ദിവസം മാതാ ഹാരി ഒരു കന്യാസ്ത്രീ മഠത്തിൽ വെച്ച് ആടിയ അവസാനത്തെ നൃത്തമാണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം. ഇതേ ഇതിവൃത്തവുമായി മലയാളത്തിൻ്റെ പ്രശസ്ത കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ നർത്തകി എന്നൊരു കവിത എഴുതുകയുണ്ടായി. ആ കവിതയെ അടിസ്ഥാനമാക്കി സി ഗോപൻ രചിച്ചതാണ് മൃത്യുങ്കയുടെ ദുർമൃത്യു എന്ന ഈ നാടകം. പോരാ, ഈ നാടകത്തിൽ ശ്രീധരമേനോൻ തന്നെ ഒരു കഥാപാത്രമായി കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹം തന്നെ പല സന്ദർഭങ്ങളിൽ ചൊല്ലുന്നുമുണ്ട്. കണക്കെടുത്താൽ ഈ കവിത തന്നെയാണ് നാടകത്തിൻ്റെ നല്ലൊരു ഭാഗവും. നാടകത്തിലെ മറ്റൊരു കഥാപാത്രമായ വൃദ്ധൻ മാതാഹാരിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് മാതാഹാരി, തൻ്റെ കാമശക്തിയാൽ മഹത്തായ ഫ്രഞ്ചു ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചവൾ. അവരുടെ കാമത്തിനു മുമ്പിൽ തളരാത്ത മനുഷ്യരില്ല, കവരാത്ത രഹസ്യമില്ല. നാടകത്തിലെ ഒരു പ്രധാന സന്ദർഭം കന്യാസ്ത്രീ മഠത്തിലെ അത്താഴമാണ്. അത് മാതാഹാരിയുടെ അന്ത്യ അത്താഴമാണ് താനും. ഭക്ഷണമേശയിൽ സന്യാസിനിമാർ നിരത്തുന്നത് ബ്രെഡും ആപ്പിളും വെള്ളവുമാണ്. ഈ പശ്ചാത്തലത്തിൽ മാതാഹാരി ചൊല്ലുന്ന കവിത തൻ്റെ അവസാനത്തെ നടനമാടാനുള്ള അനുവാദ അപേക്ഷയാണ്. അതിപ്രകാരമാണ്: എന്നെക്കുറിച്ച് കനിവാർന്നനുവാദമേകൂ ഇന്നത്തെ രാവിലിഹ ഭക്ഷണശാലയിങ്കൽ എന്നേക്കുമായി നടനം ഒന്നിവളാടിയിടട്ടെ. അതിനുശേഷമാണ് മാതാഹാരി നൃത്തം വയ്ക്കുന്നത്. രതിമൂർച്ഛയിൽ എന്ന വണ്ണം നൃത്തത്തിൽ മുഴുകുന്നുവെന്നാണ് വിവരണം. നൃത്തത്തിനൊടുവിൽ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സൈനികരെ കണ്ട് അവർ നൃത്തം നിർത്തുന്നു. സൈനികർ കറുത്ത തുണി കൊണ്ട് അവരുടെ കണ്ണുകൾ കെട്ടുവാൻ തുടങ്ങുമ്പോൾ മാതാഹാരി അത് തടയുന്നു. അവർക്ക് നേരെ തോക്കുകൾ ഉയരുമ്പോൾ അവർ ചുംബനം ആകാശത്തേക്ക് എറിയുന്നു. സൈനികർ അവരെ വെടിവെക്കുന്നു. വെടിയേറ്റ മാതാഹാരി മുട്ടുകാലിൽ കുത്തിയിരിക്കുന്നു. ഒരു നർത്തകിയുടെ അവസാനത്തെ ചുവടുപോലെ ശരീരമുലച്ച് ഇരുന്ന ഇരിപ്പിൽ പുറകോട്ട് മറിയുന്നു. ഇതാണ് മൃത്യുങ്കയുടെ ദുർമൃത്യു എന്ന നാടകം. നാടകത്തിനിടയിൽ മാതാഹാരിയുടെ ജീവചരിത്രവും സംക്ഷിപ്തമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. 1876 നെതർലാൻഡ്സിലാണ് മാർഗരീത്ത ജനിച്ചത്. മൂത്ത കുട്ടിയായിരുന്നു മാർഗരീത്ത. ഭാവനാസമ്പന്നയായ പെൺകുട്ടി. കൂടെ പഠിക്കുന്നവരോട് നിരന്തരം അവർ കഥകൾ പറഞ്ഞു. ഒരിക്കൽ പത്രപരസ്യം കണ്ട് ഒരു ഡച്ച് ഓഫീസറുടെ ഭാര്യയാകാൻ അവൾ ജാവയിലേക്ക് പോയി. അവിടെ അവരുടെ ജീവിതം ഒരു ദുസ്വപ്നമായി മാറി.
കുടിയനായ ഭർത്താവ്, അയാളുടെ വെപ്പാട്ടികൾ, മകൻ്റെ ആകസ്മിക മരണം. അതിനാൽ അവർ തിരിച്ചു പോന്നു. പിന്നീട് മാതാഹാരി നൃത്തത്തിലേക്ക് തിരിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി വിവാദ ചിത്രത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഭക്ഷണമേശയ്ക്കരികെ 12 കന്യാസ്ത്രീകളിരിക്കുന്നു. മേശപ്പുറത്ത് നാടകത്തിൽ പറഞ്ഞ ആപ്പിളും ബ്രെഡും വെള്ളവും. കന്യാസ്ത്രീകളുടെ നടുവിൽ മാറിടം അനാവൃതമാക്കിയിരിക്കുന്നത് തീർച്ചയായും മാതാഹാരി തന്നെ. ചിത്രത്തിന് പിമ്പിലായി തോക്കേന്തി നിൽക്കുന്ന 2 പട്ടാളക്കാരും. ചുരുക്കത്തിൽ നാടകത്തിൻ്റെ ഒരു മുഹൂർത്തം ഭാവനാത്മകമായി പകർത്താനുള്ള ചിത്രകാരൻ്റെ ശ്രമമാണിത്. അതിന് അദ്ദേഹം മാതൃകയാക്കിയതോ ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രമായ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴവും. നാടകം വായിച്ചു കഴിയുമ്പോൾ വായനക്കാരന് ആദ്യമുണ്ടായിരുന്ന പ്രതികരണത്തിൻ്റെ രൂക്ഷത കുറയുമെന്നുറപ്പാണ്. ചിത്രത്തിനെതിരെ ആദ്യമുണ്ടായ നൊമ്പരവും പ്രതിഷേധവും അല്പം കൂടെ മയപ്പെടും, കുറയും. പിന്നെയും വിശ്വാസിക്ക് മിച്ചം നിൽക്കാവുന്ന ഒരു പരാതി ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തെ അനുകരിക്കണമായിരുന്നോ എന്ന് മാത്രമായിരിക്കും. എന്തായിരിക്കണം ഇത്തരമൊരു ചിത്രത്തോടും അതിന് പിമ്പിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുമുള്ള ക്രിസ്തീയ പ്രതികരണം? ഇതിനുത്തരം കണ്ടെത്താൻ 2 പ്രബോധനങ്ങളാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഒന്ന്, ക്രിസ്തു തരുന്ന ഒരു മാതൃകയുണ്ട്, ഒരു പ്രബോധനമുണ്ട്. 2, കത്തോലിക്ക സഭയുടെ ഒരു പഠനമുണ്ട്. ക്രിസ്തു തരുന്ന ശക്തമായ ഒരു പ്രബോധനം. ഇത് ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാനമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ അവതരണത്തെക്കാൾ ഉപരി ഒരു മുഹൂർത്തം എടുത്തുകൊണ്ട് അതിലൂടെ വെളിവാകുന്ന ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശിഷ്യനായ യോഹന്നാൻ ഒരു ഭൂതോച്ചാടകനെ വിലക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-39. അതിന് കാരണമായി യോഹന്നാൻ ചൂണ്ടിക്കാട്ടുന്ന കുറ്റം ആ ഭൂതോച്ചാടകൻ ശിഷ്യരെ അനുഗമിച്ചില്ല, ശിഷ്യരുടെ കൂടെ കൂടിയില്ല എന്നാണ്. ഉടനടി യേശു പ്രതികരിക്കുന്നത് അവനെ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് ന്യായം പറയുന്നതോ നമുക്ക് എതിരല്ലാത്തവരൊക്കെ നമ്മുടെ കൂടെയാണ് എന്നൊരു ലോജിക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ കൂടെയല്ലാത്തവരെ എല്ലാം എതിർക്കണമെന്ന ശിഷ്യരുടെ കാഴ്ചപ്പാടിനെ യേശു തിരുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലൂടെ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടെയല്ലാത്തവരോടും കൈകോർക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനുമുള്ള പാഠമാണ് ഈശോ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് നോക്കിയാൽ ഈ നാടകത്തിൻ്റെ തിരക്കഥ എഴുതിയ സി ഗോപനും അതിന് അദ്ദേഹം അവലംബിച്ച നർത്തകി എന്ന കവിത എഴുതിയ 1930-കളിൽ വയലോപ്പള്ളിയും ശ്രീധരമേനോനും രണ്ടും വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ളവരല്ല. അവർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ പോലും അവർ ഈ മാതാഹാരിയുടെ ജീവിതം അവതരിപ്പിക്കുന്നതിന്, കലാരൂപമായിട്ട് അവതരിപ്പിക്കുന്നതിന് നമുക്ക് എതിരായ ഒരു ചിന്തയോടോ കാഴ്ചപ്പാടോടോ കൂടി ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും, സി ഗോപനും ഈ പറയുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോനും നമുക്ക് എതിര് അല്ല. അവർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ പോലും ഇത് അടിവരയിട്ട് ഓർക്കണം. ക്രിസ്തുവിൻ്റെ ഈ പ്രബോധനവും മാതൃകയും കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ടൊരു നിർദ്ദേശം പറയുന്നത് വത്തിക്കാൻ കൗൺസിലാണ്. സഭയുടെ പഠനം 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. ഈ കാര്യത്തിലെ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം കൂടുതൽ വ്യക്തവും ശ്ലാഘനീയമാണ്. മതമേഖലയും മതേതര മേഖലയും, സേക്രഡ് ആൻഡ് സെക്കുലർ, ഇത് തമ്മിൽ പരസ്പരം സംഭാഷണം നടത്തുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന സേക്രഡ് ആൻഡ് സെക്കുലർ ഇത് തമ്മിൽ കലഹിക്കണമെന്നും പരസ്പരം ആക്രമിക്കണമെന്നുമല്ല. 2 പ്രധാനപ്പെട്ട പഠനങ്ങൾ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഗാവുദിയും എത്ത് സ്പെസ് എന്ന് പറയുന്ന പ്രമാണരേഖയുടെ 59-ാമത്തെ നമ്പർ അതിപ്രകാരമാണ്: 1-ാം വത്തിക്കാൻ സൂനകദോസ് പഠിപ്പിച്ചത് അനുസ്മരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ സൂനകദോസ് പ്രഖ്യാപിക്കുന്നു, വ്യതിരിക്തമായ 2 അടിസ്ഥാനങ്ങളാണ് അറിവിനുള്ളത്, അതായത് വിശ്വാസവും യുക്തിയും. മാനവകലകളും സാംസ്കാരിക വിഷയങ്ങളും അതതിൻ്റെ പരിധിയിലും തത്വങ്ങളിലും സ്വകീയമായ രീതിയിലും ഉപയോഗിക്കുന്നത് സഭ വിലക്കുന്നില്ല. അതിനാൽ നീതിയുക്തമായ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് മനുഷ്യ സംസ്കാരത്തിൻ്റെയും പ്രത്യേകിച്ച് ശാസ്ത്രങ്ങളുടെയും ന്യായമായ സ്വയം ശാസനാധികാരത്തെയും സഭ അംഗീകരിക്കുന്നു. ഇത്
59 നമ്പരാ. 60 നമ്പർ ഒന്നുകൂടെ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അതിനാൽ ഈ കലകളുടെ ഉപാസകർ അവരുടെ ഉദ്യമങ്ങളിൽ സഭയാൽ അംഗീകൃതരാണെന്ന് മനസ്സിലാക്കുന്നതിനും നൈയാമികമായ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് ക്രിസ്തീയ സമൂഹവുമായി കൂടുതൽ സുഗമമായി ബന്ധപ്പെടുന്നതിനും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ സമകാലികരായ മറ്റു മനുഷ്യരോട് ഏറ്റവും അടുപ്പത്തിൽ ജീവിക്കുകയും അവർ കലാവാസനകളിലൂടെ പ്രകടിപ്പിക്കുന്ന അവരുടെ ചിന്തയുടെയും അനുഭവത്തിൻ്റെയും രീതികൾ മുഴുവനായി അറിയാൻ ഉത്സാഹിക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ, മതത്തിൻ്റെയും കലയുടെയും വ്യത്യസ്ത തലങ്ങളെ അംഗീകരിക്കുന്നതും പരസ്പര ബഹുമാനത്തോടെ സംഭാഷണത്തിനും സഹകരണത്തിനും പ്രേരിപ്പിക്കുന്നതുമായ നിർദ്ദേശങ്ങളാണ് വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന 2 മേഖലകൾ, മതവും മതേതര മേഖലയും, അതായത് വിശ്വാസവും യുക്തിയും, ഈ വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും തലങ്ങൾ രണ്ടും രണ്ടാണ്. അവരുപയോഗിക്കുന്ന രീതികളും രണ്ടും രണ്ടാണ്. അവയുടെ രീതിശാസ്ത്രവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 2 തലങ്ങളും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടാലേ പരസ്പരം മനസ്സിലാക്കാനും പൊതു നന്മയ്ക്കായിട്ട് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ഇത് അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇതൊരു ചിത്രകാരൻ തൻ്റെ ഭാവനയിൽ മാതാ ഹാരിയുടെ അന്ത്യത്താഴം ചിത്രീകരിച്ചിരിക്കുന്നു. അതിന് മാതൃകയാക്കിയത് ലെനാർഡോ ദ വിഞ്ചിയുടെ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം. ഇവിടെ കലയ്ക്ക് കലയുടേതായ രീതിയും രീതിശാസ്ത്രവുമുണ്ട്, ന്യായങ്ങളുമുണ്ട്. മതത്തിന് മതത്തിൻ്റെതായ രീതിയും അതിൻ്റെ ന്യായങ്ങളുമുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ടാണ് സംഭാഷണത്തിലേക്ക് കടക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ലെനാർഡോ ദ വിഞ്ചിയുടെ ഈ മാതൃക സ്വീകരിച്ചു? 2, അത് സ്വീകരിക്കപ്പെടുമ്പോൾ മതമേഖലയിൽ എന്തുകൊണ്ട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടും സങ്കടവും സഹനവും ഉണ്ടാകുന്നു? ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മാതാഹാരി എന്ന് പറയുന്ന നർത്തകി, അവർ ഒരു നഗ്ന നർത്തകിയായിട്ട് 1 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന, അവിടെ അവരെക്കുറിച്ച് പറയുന്നത് നഗ്ന നർത്തകിയാണെങ്കിലും ഒരിക്കലും അവരവരുടെ മാറിടം അനാവൃതമാക്കിയിരുന്നില്ല. എന്നാൽ അന്ത്യ അത്താഴത്തിൽ, മരണത്തിൻ്റെ തലേ രാത്രിയിൽ, അവർ തടവറയിൽ ആക്കപ്പെട്ടിരുന്നത് കന്യാസ്ത്രീകളുടെ സംരക്ഷണത്തിലായിരുന്നപ്പോൾ ആ അന്ത്യത്താഴത്തിൽ വെച്ചുള്ള അവസാന നടനത്തിൽ ഒന്നും മിച്ചം വെക്കാതെ മാറിടം പോലും അനാവൃതമാക്കി എന്നൊരു മിത്ത് ഉണ്ട്. ചിത്രകാരൻ ഇതിനെയാണോ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? ഇവിടെ ക്രിസ്തുവിൻ്റെ മാതൃക, അതോടൊപ്പം തന്നെ 2ാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ ചില നിർദ്ദേശങ്ങൾ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം സമാനമായ പ്രശ്നങ്ങളിൽ വിശ്വാസികൾ, സഭ സ്വീകരിക്കേണ്ട നിലപാട്, സമീപനം എന്തായിരിക്കണം? 1, ഇത്തരം പ്രതിസന്ധികളിൽ നടക്കേണ്ടത് സംഭാഷണമാണ്, അല്ലാതെ സംവാദവും വാക്ക് തർക്കവുമല്ല. ഈ സംഭാഷണത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് മറുപക്ഷത്തെ ക്ഷമയോടെ ശാന്തതയോടെ കേൾക്കുക എന്നുള്ളതാണ്. ചിത്രകാരനും ചിത്രത്തിനും നാടകത്തിനും പറയാനുള്ളത് എന്താണെന്ന് ഈ കാര്യത്തിൽ കേൾക്കാനുള്ള പക്വത വിശ്വാസികൾ കാണിക്കണം. അതോടൊപ്പം മറിച്ചു കേൾവിയിൽ ആരംഭിച്ച് സംഭാഷണത്തിലൂടെ വളർന്ന് പരസ്പരം മനസ്സിലാക്കലിൻ്റെ തലത്തിലേക്ക് ഉയരുന്നതാണ് ക്രിസ്തീയ രീതി. 2ാമത്തെ കാര്യം, അക്രമോത്സുകമായ ഭാഷയും പ്രവൃത്തിയും ക്രിസ്തീയ സമീപനത്തിന് ഈ കാര്യത്തിലും യോജിച്ചതല്ല. അതിനാൽ തന്നെ അത്തരം പ്രവണതകളെ, അത് വ്യക്തികളാണെങ്കിലും സംഘാതമാണെങ്കിലും, അക്രമത്തിൻ്റെയും വയലൻസിൻ്റെയും രീതികൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ ഭാവാത്മകമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ക്രൈസ്തവ വിശ്വാസികൾ ഈ അവതരണത്തോട് പ്രതികരിച്ചു എന്നുള്ളത് അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. അത് നല്ലത് തന്നെ. എന്നാൽ ആ പ്രതികരണത്തിൻ്റെ ഗുണവും രീതിയും നിർണയിക്കുന്നിടത്താണ് അത് ക്രിസ്തീയ പ്രതികരണമായി രൂപാന്തരപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഏറ്റവും ശ്ലാഘനീയമായൊരു പ്രതികരണം അഭിമന്യ ആലഞ്ചേരി പിതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു മറുപടിയായിരുന്നു. വിശ്വാസികളുടെ വേദനയും ആകുലതയും തിരിച്ചറിഞ്ഞ്
ആ മാധ്യമ സ്ഥാപനം ക്ഷമാപണം നടത്തിയിരിക്കുന്നതിനാൽ മറ്റൊരു പ്രതികരണം വേണ്ടെന്ന വിട്ടുവീഴ്ചയുടെ ഭാഷയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. സംഭാഷണത്തിനും പരസ്പരം മനസ്സിലാക്കലിനും സഹായിക്കുന്ന പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മറുപടിയിലൂടെ ഉരുവായത്. ചുരുക്കത്തിൽ, കലയിലും സാഹിത്യത്തിലും കാലാകാലങ്ങളിലുണ്ടാകുന്ന പ്രിയകരങ്ങളായ ആവിഷ്കാരങ്ങളോട് ക്രിസ്ത്യാനികൾ പുലർത്തേണ്ട ക്രിസ്തീയ സമീപനം എന്തായിരിക്കണം? അത് ക്രിസ്തുവും സഭയും പഠിപ്പിക്കുന്നത് തന്നെ ആയിരിക്കണം. അതായത് പരസ്പര ബഹുമാനത്തിൻ്റെയും, അത് രണ്ട് മേഖലകൾ തമ്മിൽ, വിശ്വാസവും യുക്തിയുടെയും മേഖലകൾ, മതത്തിൻ്റെയും മതേതരത്തിൻ്റെയും മേഖലകൾ തമ്മിൽ പരസ്പര ബഹുമാനത്തിൻ്റെയും മനസ്സിലാക്കേണ്ടതുമായ സംഭാഷണത്തിൽ ഊന്നിയ പ്രതികരണങ്ങൾ മാത്രമേ ക്രിസ്തീയ പ്രതികരണങ്ങൾ ആകുകയുള്ളൂ. കേരള തിയോളജിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ കേരള ദൈവശാസ്ത്ര സമാജം KTA എന്ന് ചുരുക്കരൂപത്തിൽ പറയും. അതിൻ്റെ ഒരു പ്രതികരണമാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചത്. അതിൻ്റെ ഉന്നതാധികാര ബോഡിയിൽ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞ ചിന്തകൾ അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ ഫാദർ ജേക്കബ് നാലുപറയിലച്ചനാണ് ഇവിടെ അവതരിപ്പിച്ചത്. നന്ദി.